ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമുക്ക് ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് ഈ നാരങ്ങവെള്ളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര ചൂടല്ലേ, അത് കാരണം ഞാൻ ഉണ്ടാക്കിയതാണ് പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളെല്ലാവരും വെള്ളം കുടിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കാരണം കുറേ അസുഖങ്ങളൊക്കെ വരും. എനിക്ക് വന്ന പോലെ നല്ല തലവേദനയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാരങ്ങ വെള്ളം നല്ല വെള്ളം കുടിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വർക്ക് എന്ന് പറഞ്ഞ ബുക്കാണ്. 11th NCERT ആണ്. അപ്പോൾ അത് പഠിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്മികാന്ത് വായിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും വായിക്കേണ്ട ഒരു NCERT ആണ് ഈ ബുക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വർക്ക് നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം വളരെ ലക്ഷ്മികാന്ത് വെച്ച് ഈ ബുക്കും ലക്ഷ്മികാന്തും തമ്മിൽ കമ്പയർ ചെയ്യാൻ നേരത്ത് ലക്ഷ്മികാന്ത് ഇത്രയും കൂടി നിങ്ങൾക്ക് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു ബുക്കായിരിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അത് ആദ്യം വായിക്കാതെ നിങ്ങൾ ലക്ഷ്മികാന്ത് അവിടെ വെച്ചിട്ട്, അത് വായിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവിടെ വെച്ചിട്ട് ആദ്യം ഈ ഒരു ബുക്ക് വായിച്ചു നോക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വർക്ക് എന്ന് പറഞ്ഞ് ഈ ഒരു NCERT ബുക്ക് വായിച്ചിട്ട് അത് തീർത്ത് അതിൻ്റെ എക്സസൈസ് എല്ലാം ചെയ്തിട്ട് വേണം നിങ്ങൾ ലക്ഷ്മികാന്ത് വായിക്കാൻ പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രിലിംസ് വരാൻ പോവുകയാണ് June 16th. നന്നായി പഠിച്ച് നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ നിൽക്കാൻ. ഇപ്പോൾ നിങ്ങൾ പുതിയ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കാര്യങ്ങളോ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്ക്. കാരണം നിങ്ങൾക്കിത് പുതിയ കാര്യം പഠിക്കേണ്ട ടൈമല്ല, നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ട ടൈമാണ് ഈ ടൈം. നല്ലോണം റിവൈസ് ചെയ്തിട്ട് എക്സാമിന് എക്സാം എഴുതിക്കോ. എന്നിട്ട് CSAT എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ടൈമാണ്. പിന്നെ എന്താ ഈ ടൈമിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ്. നിങ്ങൾ എത്രത്തോളം മോക്ക് ടെസ്റ്റ് നിങ്ങൾ സോൾവ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പ്രിലിംസിന് ഹെൽപ്ഫുള്ളായിരിക്കും. സോ മോക്ക് ടെസ്റ്റസ് ചെയ്യാൻ നോക്കുക, ടൈം വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ സിലബസ്, അതായത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്സ് എല്ലാം നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സിലബസ് കവർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെറുതെ എന്തിനാ ഒരു അറ്റംപ്റ്റ് കളയുന്നത്. ഫുള്ള് കോൺഫിഡൻസ് ആയിട്ട് ഓപ്ഷണലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എഴുതിക്കോ. പിന്നെ അത് കഴിഞ്ഞ് ഇതായിരുന്നു കറി. ഉച്ചയ്ക്ക് ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു, അത് ചിക്കൻ പെരട്ട് പോലെ ഉണ്ടാക്കിയത്. പിന്നെ ഒരു ബീൻസ് തോരൻ വെച്ചതുണ്ടായിരുന്നു, പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം എന്നിട്ട് മരുഭൂമിയിൽ മഴ പോലെ ഇന്ന് മഴ പെയ്തായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഒട്ടുക്കത്തെ ചൂടായിരുന്നു ഇവിടെ. എറണാകുളം എന്നൊക്കെ പറഞ്ഞാൽ ചുട്ട് പൊള്ളുന്ന പോലെ ചൂട്. അപ്പോൾ ഈ പാലക്കാടൊക്കെ ഉള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇവിടുത്തെക്കാളും ചൂടല്ലേ അവിടെ. അപ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും. നാളെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പള്ളിയിൽ പെരുന്നാൾ, എടപ്പള്ളി പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ പുണ്യാളൻ പ്രദക്ഷിണത്തിന് ഇറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ പണ്ടൊക്കെ അമ്മാമ്മ പറയണ പുണ്യാളൻ ഇറങ്ങുന്ന ദിവസം ഒക്കെ മഴ പെയ്യുമെന്ന്. സോ ആ മഴ നേരത്തെ വന്നെന്നാണ് തോന്നുന്നത്. എന്നാൽ ഇനി ഞാൻ UPSC പെർസ്പെക്റ്റീവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ സീസൺസ് എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ, നേരത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് അനിയൻ ഉണ്ടാക്കി തന്നതാണ് ഈ ഷേക്ക്. ഓറിയോ ഷേക്കാണ് അവൻ ഉണ്ടാക്കി തന്നത്, അവൻ്റെ പരീക്ഷണം വരുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്രയ്ക്ക് പൂർണ്ണമല്ലായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ചായ ഞാൻ പാടെ ഒഴിവാക്കിട്ടോ. ഞാൻ ഭയങ്കര ഇപ്പോൾ ആശ്വാസമുണ്ട്. കാരണം ഈ തലവേദന വന്നേ പിന്നെ കഫക്കെട്ടൊക്കെ വരും എനിക്കെപ്പോഴും. അത് കാരണം ഞാൻ ചായ ഒഴിവാക്കി. ഇപ്പോൾ പഠിച്ചപ്പോൾ ജുഡീഷ്യറി എത്തിയ ചാപ്റ്റർ നിങ്ങൾ ഈ ബുക്ക് വായിച്ചു നോക്കണം, മസ്റ്റായിട്ടും വായിച്ചു നോക്കണം. ഈ NCERT ബുക്ക് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവരും ഈ 6 to 12th വരെയുള്ള NCERTs വായിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും വേറെ സ്ട്രീംസിൽ നിന്ന് വന്നായിരിക്കും. ചിലർ എൻജിനീയറിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടാവും, ചിലർ സയൻസ് ഈ MBBS സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ടാവും. സോ അവർക്കൊന്നും ഈ സോഷ്യൽ സയൻസായിട്ട് അത്രയ്ക്ക് ടച്ച് ഉണ്ടാവില്ല. സോ ഇവരൊക്കെ ഒരു സ്റ്റാർട്ടിങ് മുതലേ പഠിക്കാൻ വേണ്ടിയിട്ടാണ്
എല്ലാവരും 6th മുതൽ 12th വരെയുള്ള NCERTs പഠിക്കാൻ പറയണത്. അതായത് 6th എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ, ആ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതായിരിക്കും ആ ബുക്ക്. അതിൽ അത്രയും സിമ്പിളായിട്ടും ആ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും എഴുതിയേക്കണേ. സോ അപ്പോൾ നമുക്കത് ഇപ്പോൾ നമ്മളൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് വേറെ ക്ലാസ്സസിലും 7th-ലും 8th-ലും ഒക്കെ ആയിട്ട് വന്നത്. അത് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് കൂടും, ഓരോ ക്ലാസ്സിനനുസരിച്ച് ഇൻഫർമേഷൻസ് കൂടും, അത്രയേ ഉള്ളൂ. എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായത്. പിന്നെ എക്സസൈസ് ചെയ്യണം. 6th ആയാലും 6th മുതൽ 12th വരെയുള്ള എല്ലാത്തിൻ്റെയും എക്സസൈസ് നിങ്ങൾ ചെയ്തിരിക്കണം. ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6th മുതൽ 12th വരെയുള്ള NCERTs വായിക്കണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അത്രയും NCERTs വായിക്കാൻ സമയമില്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് NCERTs ഉണ്ട്, അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കവറപ്പ് ചെയ്തിരിക്കണം. പിന്നെ 6ാം ക്ലാസ് മുതലുള്ളത് വായിച്ചില്ലെങ്കിലും അതിൻ്റെ എക്സസൈസൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇമ്പോർട്ടൻ്റ് NCERT വായിച്ചതിന് ശേഷം അതിൻ്റെ എക്സസൈസ് ചെയ്യുക, ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. കുറച്ച് NCERTs ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERTs ഉണ്ട്. അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ആക്കി ചെയ്യാം. പിന്നെ NCERTs നിന്ന് എങ്ങനെ നോട്ട് മേക്ക് ചെയ്യണം അതൊക്കെ ഒരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.